Next one, solution of the wave equation dou square y by dou t square is equal to c square dou square y by dou x square. ആദ്യം വേവ് ഇക്വേഷൻ കൊടുക്കുക. ഡോ സ്ക്വയർ വൈ ബൈ ഡോ ടി സ്ക്വയർ സീക്വൽ ടു സി സ്ക്വയർ ഇൻറ്റു ഡോ സ്ക്വയർ വൈ ബൈ ഡോ എച്ച് സ്ക്വയർ. ഇവിടെ വൈ എന്ന് പറയുന്ന ഡിപ്പെൻഡൻറ്റ് വേരിയബിളും എക്സും ടി എന്താണ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ആണ്. അപ്പോൾ ഡിപ്പെൻഡൻറ്റ് വേരിയബിളിനെ പ്രോഡക്റ്റ് ഓഫ് ടു ഫംഗ്ഷനായിട്ട് അസ്യൂം ചെയ്യുക. ലെറ്റ് വൈ ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ എക്സ് ഇൻറ്റു ക്യാപിറ്റൽ ടി. where capital X is a function of x alone, capital T എന്ന് പറയുന്നത് it is a function of t alone. അപ്പോൾ ഗിവൺ ഇക്വേഷൻ നോക്കണം. ഡോ സ്ക്വയർ വൈ ബൈ ഡോ ടി സ്ക്വയർ നമുക്ക് വേണം, അതുപോലെ ഡോ സ്ക്വയർ വൈ ബൈ ഡോ എച്ച് സ്ക്വയർ വേണം. അപ്പോൾ ഡോ സ്ക്വയർ വൈ ബൈ ഡോ ടി സ്ക്വയർ എന്തായിരിക്കും? ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമ്മൾ അസ്യൂം ചെയ്ത ഇക്വേഷൻ ഉപയോഗിച്ച് എന്തായിരിക്കും? എക്സ് ഇൻറ്റു ടി ഡബിൾ ഡാഷ് ആണ്. അതുപോലെ ഡോ സ്ക്വയർ വൈ ബൈ ഡോ എച്ച് സ്ക്വയർ എന്താണ്? എക്സ് ഡബിൾ ഡാഷ് ഇൻറ്റു ടി ആണ്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഞാൻ ഇക്വേഷൻ 1 കൊടുക്കണം. എക്സ് ഇൻറ്റു ടി ഡബിൾ ഡാഷ് സീക്വൽ ടു സി സ്ക്വയർ ഇൻറ്റു എക്സ് ഡബിൾ ഡാഷ് ഇൻറ്റു ടി. ഇനി വേരിയബിൾസ് ഉള്ളതിനെല്ലാം ഒരുമിച്ച് എഴുതുക. എക്സ് ഡബിൾ ഡാഷ് ബൈ എക്സ് സീക്വൽ ടു 1 ബൈ സി സ്ക്വയർ ടി ഡബിൾ ഡാഷ് ബൈ ടി. ഹിയർ എൽ എച്ച് എസ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് അലോൺ ആൻഡ് ആർ എച്ച് എസ് ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടി അലോൺ. ഇപ്പോൾ എക്സും ടിയും ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ സം കോൺസ്റ്റൻറ്റ് കെ എന്ന് നമ്മൾ അസ്യൂം ചെയ്യുക. അപ്പോൾ രണ്ട് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷനായിട്ട് അത് ഫോം ചെയ്യും. ഡി സ്ക്വയർ എക്സ് ബൈ ഡി എക്സ് സ്ക്വയർ മൈനസ് കെ എക്സ് ഈക്വൽ ടു 0. അതുപോലെ ഡി സ്ക്വയർ ടി ബൈ ഡി ടി സ്ക്വയർ മൈനസ് കെ ഇൻറ്റു സി സ്ക്വയർ ടി ഈക്വൽ ടു 0. ഇനി വെൻ കെ ഈസ് പോസിറ്റീവ് ആൻഡ് ഇസ് ഈക്വൽ ടു പി സ്ക്വയർ. അപ്പോൾ ഇവിടെ എന്ത് വരും? എം സ്ക്വയർ മൈനസ് കെ ഈക്വൽ ടു 0 ആണ്. അപ്പോൾ എം സ്ക്വയർ ഈക്വൽ ടു കെ എന്ന് വരും. അപ്പോൾ എം ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് കെ ആണ്. അപ്പോൾ ക്യാപിറ്റൽ എക്സിൻ്റെ സൊല്യൂഷൻ എന്തായിരിക്കും? C1 ഇ റേസ് ടു പി എക്സ് പ്ലസ് C2 ഇ റേസ് ടു മൈനസ് പി എക്സ്. അതുപോലെ ഇവിടെ ഈ ടിയുടെ ഇക്വേഷൻ എന്തായിരിക്കും? എം സ്ക്വയർ ഈക്വൽ ടു കെ ഇൻറ്റു സി സ്ക്വയർ ആണ്. അപ്പോൾ എം സ്ക്വയർ ഈക്വൽ ടു പി സ്ക്വയർ സി സ്ക്വയർ എന്ന് വരും. അപ്പോൾ എം ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് സി പി എന്ന് വരും. അപ്പോൾ ക്യാപിറ്റൽ ടി എന്താണ്? C3 ഇ റേസ് ടു സി പി ടി പ്ലസ് C4 ഇ റേസ് ടു മൈനസ് സി പി ടി. ഇനി വെൻ കെ ഈസ് നെഗറ്റീവ് ആൻഡ് ഇസ് ഈക്വൽ ടു മൈനസ് പി സ്ക്വയർ. അപ്പോൾ എം സ്ക്വയർ ഈക്വൽ ടു മൈനസ് പി സ്ക്വയർ ആണ്. എം ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ഐ പി ആണ്. C5 കോസ് പി എക്സ് പ്ലസ് C6 സൈൻ പി എക്സ് ആണ്. അതുപോലെ ക്യാപിറ്റൽ ടി എന്തായിരിക്കും? C7 കോസ് സി പി ടി പ്ലസ് C8 സൈൻ സി പി ടി ആണ്. ഈ ലാസ്റ്റ് കേസാണ് വെൻ കെ ഈസ് 0. വെൻ കെ ഈസ് 0 ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? എസ് ഡബിൾ ഡാഷ് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ എസ് ഡബിൾ ഡാഷ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എസ് ഡാഷ് എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും കിട്ടുന്നത്. വീണ്ടും ഇൻ്റഗ്രേറ്റ് ആണെങ്കിൽ എക്സ് എന്ന് പറഞ്ഞായിരിക്കും എന്തായിരിക്കും? കോൺസ്റ്റൻറ്റ് ഇൻറ്റു എക്സ് എന്നായിരിക്കും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ക്യാപിറ്റൽ എക്സ് ഈക്വൽ ടു C9x പ്ലസ് C10. അതുപോലെ ക്യാപിറ്റൽ ടി എന്താണ്? C11t പ്ലസ് C12. Thus, the various possible solutions of wave equation are y is equal to C1 e raised to px plus C2 e raised to minus px into C3 e raised to cpt plus C4 e raised to minus cpt. Next one, y is equal to C5 cos px plus C6 sin px into C7 cos cpt plus C8 sin cpt. Next one, y is equal to C9x plus C10 into C11t plus C12. നമുക്ക് ഈ വേവ് ഇക്വേഷനിൽ 3 പോസിബിൾ സൊല്യൂഷൻ നമുക്ക് കിട്ടി. പക്ഷെ നമുക്ക് ഒറ്റ സൊല്യൂഷൻ എടുത്താൽ മതി. ഇപ്പോൾ വേവ് ഇക്വേഷൻ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഇത് വൈബ്രേഷൻ സംബന്ധിച്ചുള്ള പ്രോബ്ലംസ് ആണ്. അപ്പോൾ വൈബ്രേഷൻ ആകുമ്പോൾ നമുക്ക് എപ്പോഴും അറിയാം വൈയുടെ ഫംഗ്ഷൻ എപ്പോഴും പീരിയോഡിക് ഫംഗ്ഷൻസ് ആയിരിക്കും നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഇവിടെ പീരിയോഡിക് ഫംഗ്ഷൻ വരുന്നത് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനാണ്. ഇപ്പോൾ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ വരുന്ന സൊല്യൂഷൻ ഒറ്റ സൊല്യൂഷനേ ഉള്ളൂ, ആ സെക്കൻഡ് വൺ ആണ്. ഇതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഔട്ട് ഓഫ് ദീസ് 3 solutions we have to choose that solution which suits the physical nature of the problem and boundary conditions. Since we will be dealing with problems of vibrations, y must be a periodic function of x and t. Hence, in this solution, trigonometric terms must be present. Hence, the solution of equation 1 is of the form y of xt is equal to C1 cos px plus C2 sin px into C3 cos cpt plus C4 sin cpt. ഇതാണ് വേവ് ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്കിതിൻ്റെ ബൗണ്ടറി കണ്ടീഷൻസ് വേണം. ബൗണ്ടറി കണ്ടീഷൻ നമ്മൾ എപ്പോഴും എടുക്കുന്നത് y of 0t ഈക്വൽ ടു 0, y of lt is equal to 0, ഡോ വൈ ബൈ ഡോ ടി എന്ന് പറയുന്നത് വെലോസിറ്റിയാണ്. ഡോ വൈ ബൈ ഡോ ടി ഓഫ് x0 ഈക്വൽ ടു സം ഫംഗ്ഷൻ ഓഫ് x ആയിരിക്കും. ഈ 3 ഇക്വേഷൻ, ആദ്യത്തെ 3 ഇക്വേഷനാണ് നമ്മൾ ബൗണ്ടറി കണ്ടീഷൻസ് ആയിട്ട് എടുക്കുന്നത്.
അപ്പോൾ വൈ ഓഫ് എക്സ് സീറോ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഓഫ് എക്സ് നമുക്ക് ഇത്രയാണ് കിട്ടുന്നത്. പക്ഷേ ചില ക്വസ്റ്റ്യനിൽ ചിലപ്പം റെയറായിട്ട് വരാറുള്ളൂ വൈ ഓഫ് എക്സ് സീറോ എന്ന് പറയുന്ന സീറോ എന്ന് തരും. അങ്ങനെ വരുന്ന കേസിൽ ഡോ വൈ ബൈ ഡോ ടി നമ്മൾ ഫംഗ്ഷൻ ഓഫ് എക്സ് ആയിട്ട് എടുക്കണം. ഒന്നുകൂടെ പറയാം, ബൗണ്ടറി കണ്ടീഷൻസ് നമുക്ക് വരുന്നത് വൈ ഓഫ് സീറോ ടി ഈക്വൽ സീറോ, വൈ ഓഫ് എൽ ടി ഈക്വൽ സീറോ, ഡോ വൈ ബൈ ഡോ ടി ഓഫ് എക്സ് സീറോ എന്ന് പറയുന്നത് നമ്മൾ സീറോ ആയിട്ട് എടുക്കും. വൈ ഓഫ് എക്സ് സീറോ എന്ന് പറയുന്നത് സം ഫംഗ്ഷൻ ഓഫ് എക്സ് എന്ന് തന്നാൽ, ഇനി ഡോ വൈ ബൈ ഡോ ടി സം ഫംഗ്ഷൻ ഓഫ് എക്സ് തന്നാലോ വൈ ഓഫ് എക്സ് സീറോ എന്ന് പറയുന്നത് നമ്മൾ സീറോ ആയിട്ട് എടുക്കും.